തിന്നുകയാണെങ്കിൽ വാരി വലിച്ചങ്ങോട്ട് തിന്നും പാടില്ല. തിന്നണോടത്തൊരു സൗമ്യത വേണം, ഒരു ദയ വേണം, ഒരു സൗമ്യത. ഒരാളോട് സംസാരിക്കാൻ അമിതമായിട്ട് സംസാരിച്ചാൽ കോളാക്കും, അത് പാടില്ല. ഒരു മിതമായ രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്. ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 6 മണി ടു 7 മണി വരെ നമ്മൾ ക്ലാസ്, 7 മണിയും കഴിഞ്ഞ് ഇങ്ങനെ നീട്ടി പോയാൽ അത് അവസാനം തുമ്പില്ലാതാവും. അത് അവിടെ ഒരു സൗമ്യത വേണം. എല്ലാ സംഗതിക്കും ഒരു സൗമ്യത വേണം, എന്ത് സംഗതിയാണെങ്കിലും. അത് റസൂൽ തന്നെ പറഞ്ഞിട്ടല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റിഫഖ ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു. എന്ത് രസമുള്ള ഹദീസാണ്. ഒരു വിഷയത്തിൽ ഒരു ദയ കാണിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സൗമ്യതയുണ്ടാകുക എന്ന് പറയുന്നത് അത് ആനന്ദമാണ്, സീനത്താണ്, ഭംഗിയാണ്. എന്നാൽ വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, ഒരു സംഗതി, ഒരു വിഷയത്തിൽ എന്തില്ല, സൗമ്യതയില്ല, അതിലൊരു ദയയില്ല. അങ്ങനത്തെ രൂപത്തിലാണ് ഒരു വിഷയം ഉണ്ടാകുന്നത് എങ്കിൽ അത് എന്താണ്, വികൃതമായി മാറും. അതിൽ വികൃതമാകും. സൗമ്യതയുള്ള വിഷയം അത് ഭംഗിയായി മാറും. എന്ത് രസകരമായൊരു ഹദീസ്. അപ്പോൾ ഏതൊരു വിഷയവും ഭംഗിയായി മാറും സൗമ്യത ഉണ്ടെങ്കിൽ. സൗമ്യതയില്ല, ദയയില്ല, ആ രൂപത്തിലാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് വികൃതമായി മാറും. ഇതന്നല്ലേ ഇന്ന് നടക്കുന്ന സംഗതികൾ മുഴുവനും. എന്തൊരു വിഷയത്തിലും നമുക്കൊരു സൗമ്യമായൊരു നിലപാട് വേണം. ചൂടാവുകയാണെങ്കിലും വേണം അതിന് സൗമ്യത, അമിതമായിട്ടാവരുത്, മിതമായ രൂപത്തിൽ. ഉറങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് ഉറങ്ങി കൂർക്കം വലിച്ചിട്ട് അങ്ങോട്ട് പോകണ ഉറക്ക് പാടില്ല. അതൊരു സൗമ്യമായ ഉറക്ക്, ഒരു ദയുള്ളൊരു ഉറക്ക്, മനസ്സിലായില്ലേ? അതിനൊരു അലാറൊക്കെ വെച്ചിട്ട് ഒരു കൃത്യനിഷ്ഠ ജീവിതത്തിൽ. ഇതുള്ള ആളുകൾക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഇതുള്ള ആളുകൾക്കാണ് വിജയം ഉണ്ടാകുക. അല്ലാത്ത ആളുകൾക്ക് വിജയമില്ല, ഒക്കെ പരാജയം നമുക്ക് വരാം. നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയും ഒരു ഇതൊന്നും ഇല്ലാത്ത അൺകൺട്രോളായ ഒരു ജീവിതം, കൺട്രോൾ ഇല്ലാത്ത ജീവിതം, അത് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകില്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെ തെറ്റി പോകും.